തൃശ്ശൂരിലെ ഏറ്റവും പുണ്യവും പരിപാവനമായ ഒരു സ്ഥലത്ത് നിന്നാണ് അതിന് ഇടവരുത്തി തന്ന വടക്കും നാഥനെയുമുണ്ട്. അതിൻ്റെ സ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആവശ്യമായ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞ പോലെ എന്ത് വേഷം ഇട്ടുകൊണ്ടാണ് വരുന്നത് എന്നതിന് വേണ്ടി ചർച്ചാ വിഷയമായിരുന്നു. അപ്പൊ എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന രീതിയിൽ കഥ തിരിച്ചു. പിന്നെ കുട്ടികൾക്ക് വേണ്ടി കുറച്ച് മീശ കൈത്തറിക്ക് വേണ്ടിയിട്ട് ബ്രാൻഡ് അംബാസിഡർ ഗുഡ്വിൽ അംബാസിഡറായിട്ടൊക്കെ ചെയ്തതാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട വേഷമാണ്. അപ്പം എൻ്റെ അടുത്ത് മന്ത്രി പറഞ്ഞു ഇങ്ങനെ തന്നെ വരണം. നന്ദി സാർ. ഞങ്ങളുടെ ഏറ്റവും വലിയ സ്പീക്കർ ഈ കലോത്സവത്തിൽ വിജയികളായവരും വിജയിക്കാത്തവരും പങ്കെടുക്കാനാവാത്ത പോയവരുമായ എല്ലാ കുട്ടികളോടും എനിക്ക് പറയാൻ ഒറ്റ കാര്യമുള്ളൂ. നിങ്ങളുടെ കലാകാരന് അല്ലെങ്കിൽ കലാകാരനെ ഈ വേദിയിലേക്ക് മാത്രം അയച്ചു വിട്ടേക്ക്. നിങ്ങളുടെ മുന്നിലുള്ള സാധ്യതകളുടെ ആകാശം അനന്തമാണ്. നിങ്ങളുടെ കലാകാരനെ മെരുക്കിയെടുക്കുക, പരമാവധി അവസരങ്ങൾ വിനിയോഗിക്കുക. നിങ്ങളുടെ കലയോടുള്ള ആത്മാർത്ഥമാണെങ്കിൽ അവസരങ്ങൾ നിങ്ങളെ തേടിയിട്ടും ഞാനിന്ന് പറയുന്നത് എൻ്റെ അനുഭവത്തിൽ നിന്നുമാണ്. ഇന്നിവിടെ സമാപിക്കുന്ന 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സമ്മാനാർഹരായ എല്ലാ പ്രതിഭകളെയും കലാതലവും പ്രതിഭയായ പോയിന്റ് നിലയിൽ മുന്നിലെത്തിയ സ്കൂളുകളും എല്ലാവരും അതെന്താണെന്ന് ആശംസിക്കുന്നു. ഞാൻ ഒരിക്കൽ കൂടി എല്ലാവരെയും അഭിനന്ദിക്കുന്നു. അവസാനമായി ഞാൻ ഒന്നുകൂടി പറയുന്നു, ഇതൊരു മത്സരമല്ല, ഇതൊരു ഉത്സവമാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു. എല്ലാവർക്കും നല്ലൊരു സായാഹ്നം നേരുന്നു. ഒരിക്കൽ കൂടി വടക്കുന്നാഥങ്ങളുടെ പ്രാർത്ഥന നേരുന്നു. നിർത്തുന്നു. നമസ്കാരം.